ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുത്തൂസ് കളപ്പുരയ്ക്കൽ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുത്തൂസിന്റെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഇപ്പം സമയം 9 മണിയായിട്ടോ ഫ്രണ്ട്സ്. അപ്പം ഞാൻ മുത്തൂസ് ഇതുവരെ എണീറ്റിട്ടില്ല. അപ്പം മുത്തൂസിനെ വിളിക്കാൻ പോവാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം നമുക്ക് മുത്തൂസിനെ വിളിക്കാം. വാ, മുത്തൂസ് നല്ല ഉറക്കാണ് കേട്ടോ ഫ്രണ്ട്സ്. മുത്തൂസേ, ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ മുത്തൂസ് ഇന്ന് നേരത്തോടെ എനിക്കൊന്ന് പറഞ്ഞതാണ് കേട്ടോ ഫ്രണ്ട്സ്. പക്ഷെ മുത്തൂസ് ഇപ്പോൾ 9 മണിയായിട്ടോ ഫ്രണ്ട്സ്. എന്നും 9 മണിക്ക് തന്നെയാണ് മുത്തൂസ് എണീക്കാറ്, വെക്കേഷനല്ലേ. മുത്തൂസേ, ഡോയ് മുത്തൂസേ, മുത്തൂസേ, ഡേ ഇൻ മൈ ലൈഫ് പിടിക്കുന്നു പറഞ്ഞില്ലേ ഇന്ന്? മറന്നാ? മുത്തൂസ് മറന്നു കേട്ടോ ഫ്രണ്ട്സ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പം നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ്. മുത്തൂസ് എനിക്ക് എല്ലാ ദിവസവും 9 മണിയാവുമ്പോൾ തന്നെയാണ് കേട്ടോ മുത്തൂസ് എണീക്കുക. ഇന്ന് ഇത്തിരി നേരത്തോടെ എണീക്കാന്ന് മുത്തൂസ് പറഞ്ഞു, ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുന്ന കാരണം. പക്ഷെ മുത്തൂസ് 9 മണിയായിട്ട് ഞാൻ വിളിച്ചപ്പോൾ തന്നെയാണ് എണീറ്റത്. എണീക്കേടാ കുട്ടാ, റിലാക്സ് ചെയ്ത് എണീറ്റോ. എന്താണ് വീണ്ടും 9 മണിയായി? ഇന്നലെ ലേറ്റ് ആയിട്ട് ഫ്രണ്ട്സ്, കുറച്ച് ലേറ്റ് ആയി ഇന്നലെ കിടന്നപ്പോൾ. അതായിരിക്കും മുത്തൂസ് ഇന്ന് വിളിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. ഈ വെക്കേഷന് നിങ്ങൾ എത്ര മണിക്കാണ് രാവിലെ എണീക്കാന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാ മൈക്ക്, മുത്തൂസ് സംസാരിച്ച 9 o'clock താഴെ മുത്തൂസ് എണീറ്റിട്ടില്ല കേട്ടോ. എല്ലാം അമ്പലത്തിൽ പോവാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് മുത്തൂസ് 9 മണിയിലും താഴെ എണീറ്റിട്ടുള്ളത്. അല്ലെങ്കിൽ 9 മണി കഴിഞ്ഞിട്ടാണ് എണീക്കാറ്. ചില ദിവസം 10 മണിക്കൊക്കെ 10 മണിക്കൊക്കെ എണീറ്റിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ വെക്കേഷൻ അല്ലേ എന്ന് വെച്ച് ഞാൻ അങ്ങോട്ട് ക്ഷമിക്കും. എനിക്ക് മൊത്തേ പിടിക്ക്. അമ്മേ എണീറ്റു. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പൊ എല്ലാവർക്കും മുത്തൂസ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. ഇനി എണീറ്റ് ബ്രഷ് ചെയ്യണം. എണീക്ക, ബ്രഷ് ചെയ്യാം. അതിന് മുൻപൊരു കാര്യമുണ്ട്, മുടി കെട്ടണം. മുത്തൂസ് എണീറ്റ് കഴിഞ്ഞാൽ മുടി കെട്ടിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുക. അടിപൊളിയായിട്ട് ഒതുക്കി വെക്കും, അല്ലെങ്കിൽ കച്ചറായിട്ട് ഇറങ്ങണ്ടതില്ലേ പുറത്തേക്ക്. മുറ്റത്ത് നിന്നാണ് കേട്ടോ മുത്തൂസ് പല്ലൊക്കെ തേക്കുക, വെക്കേഷൻ ആയതുകൊണ്ട്. സ്കൂളിലൊക്കെ ആണെങ്കിൽ അകത്ത് നോക്കും, നമുക്ക് പല്ല് തേക്കി പോയി. അപ്പം മുത്തൂസ് പുറത്തേക്ക് ഇറങ്ങി അലക്ക് കല്ലും ഇരുന്നിട്ടാണ് കേട്ടോ പല്ല് തേക്കുന്നത്, പുറത്തെ കാഴ്ചയൊക്കെ കണ്ട്. അല്ല മുത്തൂസേ, വെക്കേഷൻ ആയതുകൊണ്ട് ഇതുപോലെ റിലാക്സ് ചെയ്ത് പല്ല് തേക്കാൻ തന്നെ ഒരു 1/2 മണിക്കൂർ അല്ല മുത്തേ? ഇല്ല കേട്ടോ ഫ്രണ്ട്സ്, 10 മിനിറ്റ് കൊണ്ട് മുത്തൂസിന്റെ പല്ല് തേപ്പ് കഴിയും. 10 മിനിറ്റ് ഒന്നും വേണ്ടാന്ന്. അപ്പൊ മുത്തൂസ് പല്ല് തേച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ എന്റെ പല്ല് തേച്ച് കഴിഞ്ഞു. ഇനി ചായ കുടിക്കുകയാണ്. കാപ്പിയോ ചായയോ അല്ലെങ്കിൽ പാലും വെള്ളമാണ് കുടിക്കുക. പാലും വെള്ളം അല്ലെങ്കിൽ ഞാൻ ചെയ്യാറ്, ഏതെങ്കിലും ഒന്ന്. ഫ്രണ്ട്സ് ഇന്ന് പാലാണ് കേട്ടോ, അപ്പൊ ഞാൻ കുടിക്കട്ടെ. മുത്തൂസിന് അപ്പൊ ഇന്ന് പാലാണ് കേട്ടോ. അപ്പൊ ഇന്ന് പാല് കുടിക്കുകയാണ് മുത്തൂസ്. ഞാൻ 10 വന്ന് പോട്ടെ. ഇങ്ങനെ പാല് കുടിച്ച് ഇങ്ങനെ നടക്കാണ് കേട്ടോ മുത്തൂസ്. ഫ്രണ്ട്സ് അപ്പൊ എന്റെ പാലൊക്കെ കുടിച്ച് കഴിഞ്ഞേ. ഇനി ഞാൻ കുറച്ചു നേരം ടാബ് നോക്കിയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് കുളിക്കുക, എന്നിട്ട് ഫുഡ് കഴിക്കുള്ളൂ. മുത്തൂസ് അപ്പൊ ടാബ് എടുത്ത് ഗെയിം ഒക്കെ കളിക്കും കേട്ടോ ഫ്രണ്ട്സ്. ടാബ് എടുക്കട്ടെ. അപ്പൊ ടാബ് എടുത്ത് 15 മിനിറ്റ് ഗെയിം ഒക്കെ കളിച്ച് കഴിഞ്ഞിട്ടാണ് കുളിക്കുക. ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ടാബ് നോക്കാൻ പോവാണ് കേട്ടോ. 5 മിനിറ്റ് ഒക്കെ ഗെയിം കളിക്കുക, അത് കഴിഞ്ഞിട്ട് യൂട്യൂബ് കാണും. മുത്തൂസെ കുളിക്കണ്ടേ? നോക്കി ഇപ്പൊ കെടുപ്പായ. കുളിക്ക്. ഇങ്ങനെയായി. എണീറ്റ് കുളിക്ക് ഫ്രണ്ട്സ്. അപ്പൊ മുത്തൂസ് ടാബൊക്കെ നോക്കി കഴിഞ്ഞ് ഇനി മുത്തൂസ് കുളിക്കാൻ പോവാണ് കേട്ടോ. ഇപ്പൊ 15 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് 20-25 മിനിറ്റ് ആയിട്ടോ മുത്തൂസ് ടാബ് നോക്കിയിരിക്കുന്നേ. മുത്തേ ഫ്രണ്ട്സ്. അപ്പൊ മുത്തൂസ് ടാബ് നോക്കിയൊക്കെ കഴിഞ്ഞു, ഇനി കുളിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ കുളിക്കും കുളിക്കണം. ഓക്കെ, വെളിച്ചെണ്ണ പറ്റ്. മുത്തൂസ് വെളിച്ചെണ്ണ പെരട്ട് ആണ്. രണ്ടാഴ്ചയിൽ ഒരു ദിവസം വെളിച്ചെണ്ണ നല്ല പോലെ തേച്ച് കുളിക്കുള്ളൂ കേട്ടോ, താളിയൊക്കെ തേച്ച്. ഇത് ജസ്റ്റ് ഒന്ന് പെരട്ടുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ വെളിച്ചെണ്ണ പറ്റിയിട്ട് ഒരു 5 മിനിറ്റ് ഇരിക്കും കേട്ടോ ഫ്രണ്ട്സ് മുത്തൂസ്. ടൈമൊക്കെ പറ്റും മുത്തേ? നല്ല ചൂടുണ്ട് കേട്ടോ. നിങ്ങളുടെ അവിടെ എങ്ങനെ ചൂടുണ്ടോ ഫ്രണ്ട്സ്? കമന്റ് ചെയ്യണേ.
വെളിച്ചെണ്ണ പരട്ടിയിട്ട് 15 മിനിറ്റ് ആയിട്ടോ മുത്തൂസ്. അപ്പൊ ഇനി കുളിക്കാൻ പോവാണ്. അപ്പൊ മുത്തൂസ് കുളിച്ച് വന്നിട്ട് കാണാം. ഫ്രണ്ട്സ്, ഞാൻ കുളിച്ച് വന്നിട്ട് ഇനി ചെറിയൊരു മേക്കപ്പ് ഉണ്ട്. യാത്രയൊക്കെ പോകണ്ടെങ്കിലും ഞങ്ങള് വലിയ മേക്കപ്പ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല. എന്നാലും യാത്ര പോകണില്ലല്ലോ, വീട്ടിലിരിക്കല്ലേ. അപ്പൊ മുത്തൂസ് ചെറിയൊരു മേക്കപ്പ് ഇട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട്. അപ്പൊ നമുക്ക് മുത്തൂസ് മേക്കപ്പ് എന്തെങ്ങനെയാന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് പൗഡർ ഇടുക, അത്രേ ഉള്ളൂ കേട്ടാ. അല്ലേ? ഓക്കെ. ഇനി എന്താണ്? ചെറുതായിട്ടൊന്ന് കണ്ണെഴുതണത്. മുത്തൂസ് ഐലൈനർ ഏതാണ് കേട്ടോ. ഐലൈനർ മുത്തൂസ് എഴുതിയില്ലെങ്കിൽ മുത്തൂസിന് എന്തോ പോലെയാണ് കേട്ടോ ഫ്രണ്ട്സ്. ബാക്കി എന്ത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഐലൈനർ മുത്തൂസിനെ എഴുതണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഐലൈനർ ഏതാണ്? അടിയിൽ കണ്ണെഴുതണം നിർബന്ധമൊന്നുമില്ല. അതന്നെ, ഐലൈനർ മുത്തൂസിന് നിർബന്ധ. ചെറിയൊരു പൊട്ട് ഐലൈനർ കൊണ്ട് തന്നെ ചെറിയൊരു പൊട്ട്. ഓ, മുഖത്തെ മേക്കപ്പ് അങ്ങനെ മുത്തൂസിന്റെ കഴിഞ്ഞു കേട്ടോ ഫ്രണ്ട്സ്. കുഞ്ഞിവിടെ ഒരു ബ്യൂട്ടി സ്പോട്ട്. ബ്യൂട്ടി സ്പോട്ടും ഉണ്ടാ. അപ്പൊ കഴിഞ്ഞു കേട്ടോ. ഇനി കമ്മലാണ്. കമ്മലിടും. മഴത്തുള്ളി. വീട്ടിൽ നിൽക്കുമ്പോഴും നല്ല കച്ചറയായിട്ട് നിൽക്കാണ്ട് ചെറുതായിട്ട് ഒരു മേക്കപ്പ് ഒക്കെ ചെയ്താ മുത്തൂസ് നിൽക്കാട്ടോ. അങ്ങനെ നിൽക്കണതും മുത്തൂസ് എനിക്കും ഇഷ്ടമല്ല കേട്ടോ ഫ്രണ്ട്സ്. ഇങ്ങനെ കച്ചറയായിട്ട് മുടിയൊക്കെ ഇതായിട്ട് നിൽക്കുന്നത്. ഇതിപ്പോ ഞാൻ മുടി സെറ്റ് ആക്കാത്തത് കാരണം കുളിച്ചു വന്നിട്ടുള്ളൂ. അപ്പൊ മുത്തൂസിന്റെ മുഖത്തെ മേക്കപ്പ് കഴിഞ്ഞു. അപ്പൊ ഇനി മുടി ഉണങ്ങുമ്പോഴേക്കും ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. ഫുഡ് എന്ന് വെച്ചാൽ കഞ്ഞി അല്ലെങ്കിൽ ചോറാണ് മുത്തൂസ് രാവിലെ കഴിക്കാം. ഇന്നിപ്പൊ മുത്തൂസ് ചോറാണ് ഉണ്ടാൻ പോകുന്നത്. കറി സാമ്പാറിന്റെ കഷ്ണം വാങ്ങിച്ചിട്ട് അതിലുള്ള കഷ്ണങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു തോരൻ കഴിക്കണം മുത്തൂസേ, കഴിക്കണം. അങ്ങനെ പറ്റില്ല, കറി കൂട്ടി കഴിക്കണം. അപ്പൊ മുത്തൂസ് ചോറ് കഴിക്കാൻ പോവാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഇന്നത്തെ കറി എനിക്ക് അത്രക്ക് ഇഷ്ടമില്ലാത്തോണ്ട് ഞാൻ അച്ചാർ എടുത്തിട്ടുണ്ട്. കറി കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ മുത്തൂസ്. ഇന്ന് ഇതില് ബീറ്റ്റൂട്ട് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ബീൻസ് പയറുണ്ട്, ഇങ്ങനെ കുറെ ഐറ്റംസ് കൂടിയുള്ള ഒരു കറിയാണ് കേട്ടോ ഇന്നത്തെ. മുത്തൂസിന് അത് അത്ര ഇഷ്ടമല്ല. മുത്തൂസ് അപ്പൊ അച്ചാറും എടുത്തിട്ടുണ്ട്. രാവിലത്തെ ഭക്ഷണം മുത്തൂസ് തന്നെയാണ് കേട്ടോ കഴിക്കുക. അപ്പോഴേക്കും മുത്തൂസ് കഴിക്കുമ്പോഴേക്കും ഞങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് മുത്തൂസ് തന്നെ ഇന്ന്. ഉച്ചയ്ക്കൊക്കെ പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കാം. രാവിലെ നിങ്ങൾ എന്താണ് കഴിക്കാന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. ചോറാണോ പലഹാരാണോ എന്താണ് കഴിക്കാന്ന് കമന്റ് ചെയ്യണം. മുത്തൂസിന് പലഹാരം ഇഷ്ടമല്ല കേട്ടോ. ഞങ്ങൾക്ക് അത് ശീലായി. രാവിലെ ഞങ്ങൾ കഞ്ഞിയോ ചോറോ ആണ് കഴിക്കുക. രാവിലെ ചോറ് കഴിക്കുന്ന ഒരു കമന്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. മുത്തൂസ് ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം ഫ്രണ്ട്സ്. അപ്പൊ എന്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. ഇനി മുടി കെട്ടണം കേട്ടോ ഫ്രണ്ട്സ്. ജസ്റ്റ് ഒന്ന് മേലേക്ക് പൊക്കിന്നെ കിട്ടുള്ളൂ മുത്തൂസ്. നല്ല ചൂടാണ് കേട്ടോ ഫ്രണ്ട്സ്. സ്റ്റെപ്പ് കെട്ട് വെട്ടിയിട്ട് ഒരു കാര്യം ഉണ്ടായില്ല കേട്ടോ ഫ്രണ്ട്സ്. കാരണം നല്ല ചൂടാണ്. അഴിച്ചിടാൻ മുത്തൂസിന് ഇതുവരെ പറ്റിയിട്ടില്ലല്ലോ മുത്തൂസ്. അങ്ങനെ ഒരു ദിവസം സ്കൂളിലേക്ക് അഴിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ അങ്ങനെ അഴിച്ചിടാൻ അതന്നെ ലാസ്റ്റ് എക്സാമിന് പിന്നെ മുത്തൂസിന് അഴിച്ചിടാൻ പറ്റിയിട്ടില്ല കേട്ടോ, നല്ല ചൂടായ കാരണം. അപ്പൊ സ്റ്റെപ്പ് കെട്ട് വെട്ടിയതൊന്നും കാണാനില്ലേ മുത്തൂസ്. അപ്പൊ മുത്തൂസ് മുടി കെട്ടിയിട്ട് കാണാട്ടോ ഫ്രണ്ട്സ്. മുത്തൂസിന്റെ മുടി കെട്ടി കഴിഞ്ഞു കേട്ടോ. മുടി ഇതുപോലെ പൊക്കി കെട്ടി വെച്ചിരിക്കുകയാണ് ഫ്രണ്ട്സ്. എന്റെ മുടി കെട്ടി കഴിഞ്ഞു. പിന്നെ ഞാൻ ഇന്നലെ വാങ്ങിച്ച ചുപ്പാ ചിപ്സ് ഉണ്ട് കേട്ടോ കയ്യിൽ. ഇന്നലെ കടയിൽ പോയപ്പോ മുത്തൂസിന് ചുപ്പാ ചിപ്സ് കണ്ടപ്പോ വാങ്ങണം. എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. മുത്തൂസാണ് പറഞ്ഞത് വാങ്ങണെന്ന്. പുളിയുള്ള സാധനം എന്താന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ആദ്യമായിട്ട് വാങ്ങാണ് കേട്ടോ ഞങ്ങള്. മുത്തൂസ് പൊട്ടിച്ചോ? എന്താ സംഭവം കൂടി അറിയില്ല കേട്ടോ ഫ്രണ്ട്സ്. ഇത് കഴിച്ചിട്ടുള്ളവർ കമന്റ് ചെയ്യുന്നേ ചുപ്പാ ചിപ്സ്. ഇതിന് ടേസ്റ്റ് ഇഷ്ടമുള്ളവരും കമന്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഇത് കഴിക്കാൻ പോകുന്നത്. മുത്തൂസും ഫസ്റ്റ് ടൈം ആണ് അല്ലേ? ക്ലാസ്സിൽ നിന്നും സ്കൂളിൽ നിന്നും കഴിച്ചിട്ടില്ല? ഇല്ല. അപ്പൊ മുത്തൂസും ഫസ്റ്റ് ടൈം അതേ പോയി. എന്താണിത്? ഇത് ഇങ്ങനത്തെ മിഠായിയാണോ? ഇതെന്ത് മിഠായിയാണോ? പൂച്ചയാ? ഒരേ ഷേപ്പാണോ? ഇത് തേനിലാവ് ഫ്രണ്ട്സ്. ഇത് തേനിലാവിന്റെ തന്നെ, പക്ഷെ ഒരേ ഷേപ്പില് അല്ലേ? ഇതാണ് ചുപ്പാ ചിപ്സ്. ഞാൻ വിചാരിച്ചേ നല്ല ക്രഞ്ചി ആയിട്ടുള്ള എന്തെങ്കിലും ആവുന്നു കേട്ടോ ഫ്രണ്ട്സ്. പക്ഷെ ഇത് ക്രഞ്ചി അല്ല, ഇത് തേനിലാവ് തന്നെ, പക്ഷെ ഒരേ ഷേപ്പില് അല്ലേ? തേനിലാവല്ലേ? തേനിലാവിന്റെ പോലെ ഉണ്ട്, പക്ഷെ അത് കാണുമ്പോ നല്ല കണ്ടോ അതെ. എവിടെയോ പൈസ ഉണ്ട്.
നാരങ്ങ മിഠായി ഇല്ലേ, നാരങ്ങ മിഠായി, അത് ചെറിയ ഫ്ലേവർ ഉണ്ട്. അതന്നെ അതന്നെ നാരങ്ങ മിഠായി നമ്മുടെ സ്റ്റോൺ പോലെ ഇരിക്കും. ഇത് ജെല്ലി. അതാണ് പുളി, നാരങ്ങര പുളി അല്ലേ, നാരങ്ങ സത്തൊക്കെ വാങ്ങലും. പച്ച വാട്ടർമെലൻ, മഞ്ഞ ഓറഞ്ച്, അങ്ങനെയുണ്ട്, ചോപ്പ സ്ട്രോബെറി, അങ്ങനെ പല ഫ്ലേവറാണ് അല്ലേ. അമ്മ ചോപ്പ് എടുത്തത് സ്ട്രോബെറി. ശരിയാ, ചോപ്പ് അത് തന്നെയുള്ളൂ. ഓറഞ്ചും കൂടുതലും പച്ചയാ. ഓറഞ്ച് രസല്ലേ? ഓറഞ്ച് എന്ത് ടേസ്റ്റാ, എന്തിന്റെ ഫ്ലേവറാ? ഓറഞ്ചിന് പക്ഷെ എനിക്ക് ശരിയാ നാരങ്ങ. ഫ്രണ്ട്സ്, മുത്തൂസിന് ഈ ഓറഞ്ചിന്റെ ഇഷ്ടമായില്ല കേട്ടോ ഫ്രണ്ട്സ്. ഞാനിത് ക്രഞ്ചി ആയ എന്തെങ്കിലും ഐറ്റംസ് ആണെന്ന് വിചാരിച്ചു കേട്ടോ ഫ്രണ്ട്സ്, പക്ഷെ ഇത് ജെല്ലിയാണ്. അപ്പൊ ഇത് കഴിച്ചിട്ടുള്ളത് കമന്റ് ചെയ്യാ. ഇതിൽ ഏത് ഫ്ലേവർ ആണ്, ഏത് കളറാണ് ഇഷ്ടം കമന്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഇതാണ് എന്റെ ക്രാഫ്റ്റ് ഏരിയ. അടുത്തത് മുത്തൂസ് എന്തെങ്കിലും ഇവിടെ ഇരുന്ന് ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യൂട്ടോ ഫ്രണ്ട്സ്. ഗെയിംസ് ഒക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. മുത്തൂസ് ഇങ്ങനെ മുത്തൂസിന്റെ ഐഡിയയിൽ ഓരോ ഗെയിംസ് ഉണ്ടാക്കും. കണ്ടോ ഫ്രണ്ട്സ്, മുത്തൂസ് ഉണ്ടാക്കിയ ഗെയിംസ് കണ്ടോ ഫ്രണ്ട്സ്, കണ്ടോ? ഒരു ഗോലിക്കായ ഇങ്ങനെ ഇടും, അതിങ്ങനെ നമ്മളിങ്ങനെ ഇതിന്റെ എൻഡ് വരെ എത്തുമ്പോ വിൻ ഔട്ട്. ഇതൊക്കെ മുത്തൂസ് ഇതുപോലെ ടൈമിൽ ഇരുന്ന് ചെയ്യണതാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇതെനിക്ക് ഇഷ്ടമായിട്ടോ ഫ്രണ്ട്സ്. അപ്പൊ മുത്തൂസ് റെഡിയാക്കി ഈ ഗെയിം ഇഷ്ടമായവർ കമന്റ് ചെയ്യണേ. ഗെയിം അമ്മന്ന് കളിച്ചോട്ടെ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അയ്യോ ഇത് പാടന്നിട്ട് ഫ്രണ്ട്സ്, ഞാൻ സിമ്പിളാന്ന് വിചാരിച്ചു. അങ്ങോട്ട് പോ. ഇതിലിവിടെ ഹമ്പുള്ള കാരണം കേട്ടോ ഇത്ര ബുദ്ധിമുട്ട്. ജയിച്ചേ. ഇപ്പുറത്തുനിന്ന് കൈ തൊടാണ്ട് ഇപ്പത്തേക്ക് ആക്കണം. ഇങ്ങനെ തല ധരിച്ചടിച്ചിട്ട് കൈ തൊടാണ്ട് ഇനി ഇപ്പുറത്തേക്ക് ആക്കണം അല്ലേ. പണി കിട്ടി. അതിലല്ല അതില്. ഇത് സൂപ്പർ ആയിട്ടോ ഫ്രണ്ട്സ്. നമുക്ക് ടൈം പാസിന് വേണ്ടിട്ട് ഇരുന്ന് കളിക്കാട്ടോ. മുത്തൂസിന്റെ ഈ സമയത്ത് ഇവിടെ എന്തൊക്കെയോ മുത്തൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ അത്രയും അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. നമ്മള് മൊബൈലിലല്ലല്ലോ കൂടുതൽ സമയം, അത് കാരണം ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിക്കും കേട്ടോ. ഇതാണ് മുത്തൂസിന്റെ പരിപാടി ഈ സമയത്ത്. ഇനി മുത്തൂസ് ഞാൻ പണ്ടത്തെ ടിഫിൻ ബോക്സിന്റെ ആയിരുന്നു. പിന്നെ ഇതിന് മണി ഉണ്ടായില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ ഇതിലെന്ത് ചെയ്തത്, കുത്തിപ്പൊളിച്ച് തുറന്നിട്ട് മണി ഇട്ടു. അതാണ് മുത്തൂസിന്റെ ഈ സമയത്തെ വർക്കുകള്. മുത്തൂസിന്റെ ക്രാഫ്റ്റ് ഐറ്റംസ് ആണ് കേട്ടോ ഇരിക്കുന്നത് മുഴുവൻ. ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഒരു തണിയല്ല, നല്ല ഇത് ഞാൻ വരച്ച കൃഷ്ണനാണ് കേട്ടോ. മുത്തൂസ് ഈ സമയത്ത് ചെയ്യുന്ന വർക്കുകളാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഞാൻ ഉണ്ടാക്കിയ ഷെൽഫാണ് കേട്ടോ. അടിപൊളി ഷെൽഫാണ് കേട്ടോ മുത്തൂസ്. മുത്തൂസ് റെഡിയാക്കിയ ഷെൽഫാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇത് മുത്തൂസിന്റെ സാധനങ്ങൾ വെക്കാനായിട്ട് ഇതിന്റെ ഏറ്റവും അടിയിൽ ക്ലേ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എന്താണ് മുത്തൂസേ? അതെ ലഞ്ച് ബോക്സിന്റെ അതല്ലേ മൂടി. പിന്നെ ഇത് എന്താണ്? പെയിന്റ്, ഗ്ലാസ് പെയിന്റ് അമ്മന്റെ ആണ്. അപ്പൊ എന്റെ ഗ്ലാസ് പെയിന്റ്, ഞാൻ ഗ്ലാസ് പെയിന്റ് ചെയ്യാറുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ആദ്യം. അപ്പൊ അതിരിക്കുന്നത് മുത്തൂസിന് കൊടുത്തതാണ് കേട്ടോ. ഇനി മുത്തൂസ് ഇന്ന് ഇവിടെ എന്താ ചെയ്യാനാ പരിപാടി? മുത്തൂസിന്റെ അടുത്ത ഒരു ഡ്രോയിങ്സ് ആണ് കേട്ടോ ഫ്രണ്ട്സ്. ഇത് അടിപൊളിയായിട്ടോ ഫ്രണ്ട്സ്, സൂപ്പറായി, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഇഷ്ടപ്പെട്ടവർക്ക് കമന്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഇതൊക്കെയാണ് മുത്തൂസിന്റെ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് ലഞ്ച് വരെയുള്ള മുത്തൂസിന്റെ ആക്ടിവിറ്റീസ്, ലഞ്ച് കഴിക്കുന്നത് വരെയുള്ള മുത്തൂസിന്റെ ആക്ടിവിറ്റീസ്. ഈ ഷെൽഫ് ഒരു ദിവസത്തെ വർക്കാണ്, ഇതൊരു ദിവസത്തെ വർക്കാണ് മുത്തൂസിന്റെ. ഒരു ദിവസമല്ല, ഇത് രണ്ടും ഉണ്ടാക്കിയത് ഒറ്റ ദിവസം. അതെ, ഇത് രണ്ടും ഉണ്ടാക്കിയത് ഒരു ദിവസമാണ് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ പെയിന്റിങ്. അപ്പൊ ഇന്നെന്താ മുത്തൂസ പരിപാടി? ഇന്ന് ഞാൻ ഇന്നലെ കൊറേ പേപ്പർ നുറുക്കള് വെട്ടി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാ ഈ പേപ്പർ കട്ടിങ്സ്? മുത്തൂസ് യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഓരോന്ന് ഇങ്ങനെ. മുത്തൂസ് ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പോണത് ഇന്ന്. മുത്തൂസ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാട്ടോ ഫ്രണ്ട്സ്. അതായിരിക്കും കൂടുതൽ നല്ലത്. ഇതുപോലെ ആക്കി പശ ഒട്ടിക്കാണ് അല്ലേ? പൈസ കഴിഞ്ഞു ഫ്രണ്ട്സ്, അതുകൊണ്ട് അത്യാവശ്യം കിട്ടെങ്കിൽ ഞാൻ ഇതും ഉപയോഗിക്കും. അപ്പൊ മുത്തൂസ് ഇത് ഇതുപോലെ ആക്കിയിട്ട് ഇങ്ങനെ റോളാക്കിയിട്ട് ഒട്ടിക്കാണ് കേട്ടോ ഫ്രണ്ട്സ്. അതുപോലെ ഇതെല്ലാം ഒട്ടിച്ചിട്ട് അതുപോലെ ഒരു ഫ്ലവർ ആക്കി കഴിയുമ്പോൾ കാണാട്ടോ. അപ്പോഴേക്ക് ഏകദേശം ലഞ്ച് ടൈം ആവും കേട്ടോ ഫ്രണ്ട്സ്. നിങ്ങൾ ഇതുപോലെ വീട്ടിൽ എന്തെങ്കിലും ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യോ? ഈ സമയത്തൊക്കെ എന്താണ് നിങ്ങൾ വീട്ടിൽ ചെയ്യാന്ന് കമന്റ് ചെയ്യണം കേട്ടോ.
വീട്ടിൽ വെറുതെ ഇരിക്കാണോ അതോ ടൂറ് പോവാണോ വെക്കേഷന് കമന്റ് ചെയ്യണം കേട്ടോ. ഇതെന്താണ് മുത്തൂസേ? ഊഞ്ഞാല് അല്ലേ? ആ മുത്തൂസ് ഒരു ദിവസം ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് എനിക്ക് നല്ല ഇഷ്ടമായി മുത്തൂസേ. സൂപ്പർ ഊഞ്ഞാല്, ഒരു കുഞ്ഞു വാവയ്ക്കൊക്കെ ഇരുന്ന് ആടാൻ പറ്റിയ ഊഞ്ഞാല് കേട്ടോ. നല്ല ക്യൂട്ട്. അയ്യടാ കാണുമ്പോ ഒരു ക്യൂട്ട്നെസ് മുത്തൂസേ. താങ്ക് യു. അപ്പൊ ഈ ഊഞ്ഞാല് ഇഷ്ടമായി അവർ കമന്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ മുത്തൂസ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാട്ടോ നമുക്ക്. എന്തായി മുത്തൂസ് ഇവിടെ? മുത്തൂസിന്റെ ഫ്ലവർ മേക്കിംഗ് വാവ് സൂപ്പറായി വരുന്നുണ്ടല്ലോ. താങ്ക് യു. അപ്പൊ ഇന്നത്തെ വർക്ക് സൂപ്പർ ആവും തോന്നുന്നുണ്ട് കേട്ടോ. കൂടുതൽ എല്ലാ ദിവസത്തെയും സൂപ്പർ തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ്. എല്ലാ ദിവസത്തെയും ആക്ടിവിറ്റീസ് നമുക്കിത് മുത്തൂസിന്റെ വെക്കേഷൻ ആക്ടിവിറ്റീസ് എന്നും പറഞ്ഞ ഒരു വീഡിയോ അല്ലാക്കാലോ മുത്തൂസേ. അങ്ങനത്തെ വീഡിയോ വേണ്ട കമന്റ് ആയിട്ടാ. മുത്തൂസിന് കിച്ചണിൽ ഒരു പണിയുണ്ട് കേട്ടാ. എന്ത് പണി? ഒന്നുമില്ല, വാട്ടർമെലൻ ജ്യൂസ് അടിക്കില്ല. അത് മുത്തൂസിന് ഇഷ്ടമാണ്. പൈനാപ്പിൾ ജ്യൂസ് അടിക്കുക, പിന്നെന്താ വാട്ടർമെലൻ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്, പിന്നെ ഗ്രേപ്സ് ജ്യൂസ്, ഇതൊക്കെ ഉണ്ടാക്കണത് മുത്തൂസ് തന്നെയാണ് കേട്ടോ. അതന്നെ. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ കുട്ടി പാചകങ്ങൾ ചെയ്യുന്നവർ കമന്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. മുത്തൂസ് വാവ് അടിപൊളി സൂപ്പർ. നീ മുത്തൂസ് ജ്യൂസ് ആക്കിക്കോ, നമുക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. ജ്യൂസ് കുടിക്കാം. ഈ ഫ്ലവറും കൂടി ഉണ്ടാക്കിട്ട് പോരെ? അതൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാല് 11:52 ആയിട്ടുള്ളൂ. 11:50 ആയില്ലേ? നമുക്കത് റെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാല് നമുക്ക് ലഞ്ച് കഴിയുമ്പോൾ കഴിക്കാം. ഞാനിനി വാട്ടർമെലൻ ജ്യൂസ് അടിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ മുത്തൂസ് വാട്ടർമെലൻ ജ്യൂസ് അടിക്കാൻ പോവാണേ ഫ്രണ്ട്സ്. അപ്പൊ വാട്ടർമെലൻ ജ്യൂസ് ആവാനായിട്ട് ഇവിടെ സെറ്റ് ആണ്. ജ്യൂസ് ഞങ്ങൾ മിക്സിയിലിട്ട് അടിക്കില്ല കേട്ടോ. ഇത് മുത്തൂസ് ജസ്റ്റ് ഒന്ന് കുത്തി ആക്കുള്ള വാട്ടർമെലൻ ആയതുകൊണ്ട് അതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. വാവ് അടിപൊളി, നല്ല റെഡ് കളർ കേട്ടോ. ചിലപ്പോ ഞങ്ങൾ വാങ്ങുമ്പോ ഇവിടെ ഇങ്ങനെ ഒരു ഇതുപോലത്തെ റെഡ് കളർ ആവില്ല കേട്ടോ. ചിലപ്പോ നമുക്ക് അറിയില്ല അല്ലെ എങ്ങനെ നോക്കി വാങ്ങാന്നുള്ളത്. കാരണം ചിലപ്പോ ഇവിടെ ഇങ്ങനെ കേട് പോലെ ആവട്ടോ ഫ്രണ്ട്സ്. ഇത്രയും റെഡ് കളർ ഉണ്ടാവില്ല. അതന്നെ ഫ്രണ്ട്സ്. അപ്പൊ വാട്ടർമെലൻ ജ്യൂസ് ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യുന്നുണ്ട്. അതന്നെ ഫ്രണ്ട്സ്. മുത്തൂസ് അപ്പൊ വാട്ടർമെലൻ ഇതുപോലെ ആക്കി കട്ട് ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇതിലിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇങ്ങനെ കുത്തി ഉടച്ചെടുക്കൂട്ടോ. ഇതിൽ ഞങ്ങൾ പഞ്ചസാര ഇടില്ല കേട്ടോ. ഓൾറെഡി തണ്ണിമത്തന് നല്ല മധുരം ഉണ്ട്, അപ്പൊ പഞ്ചസാര ഇടില്ല. നിങ്ങൾ എങ്ങനെയാ വാട്ടർമെലൻ ജ്യൂസ് എങ്ങനെയാ അടിക്കാന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. പഞ്ചസാര ഇട്ടിട്ട് മിക്സിയിൽ അടിക്കാണോ അതോ ഇതുപോലെ ആക്കാറുണ്ടോ എന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടം എനിക്ക് അത് ഇതുപോലെയാണ് ഇഷ്ടം. പക്ഷേ കല്യാണത്തിനൊക്കെ ഒരു ടൈപ്പ് കിട്ടില്ല തനി വെള്ളം പോലെ, അതും ഇഷ്ടമാണ്. മധുരം കുറവുള്ള വാട്ടർമെലൻ ആണെങ്കിൽ ഞങ്ങൾ കുറച്ച് പഞ്ചസാര ഇടും കേട്ടോ. ഇത് നല്ല മധുരം ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ചില സമയത്ത് വാങ്ങുന്നത് മധുരം ഉണ്ടാവില്ല അല്ല മുത്തൂസേ? ഇനി ഇതങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. ഓരോരുത്തർക്കുള്ള ക്ലാസ്സുകൾ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് കേട്ടോ മുത്തൂസ് ഫ്രിഡ്ജിൽ വെക്കും. മുത്തൂസിനോട് അത് ഒരുമിച്ച് ഇടാൻ പറയില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, എന്നിട്ട് എടുക്കുമ്പോ സെർവ് ചെയ്താൽ മതി. മുത്തൂസ് അത് ചെയ്യില്ല കേട്ടോ. മുത്തൂസിന് ഇതിപ്പൊ തന്നെ അത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ കേട്ടോ. അതിന് പേര് എഴുതി വെക്കുന്ന പോലെ ഇത് അമ്മമ്മയ്ക്ക്, ഇത് അമ്മയ്ക്ക്, ഇത് എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ അങ്ങനെയാണോ ഫ്രണ്ട്സ്? കമന്റ് ചെയ്യണേ ഫ്രണ്ട്സ്. അപ്പൊ ഇതാണ് മുത്തൂസ് റെഡിയാക്കിയ വാട്ടർമെലൻ ജ്യൂസ്. നല്ല ഭംഗിയുണ്ട് അല്ലെ? ഗ്ലാസിന്റെ ഡിസൈൻ ആണ് കേട്ടോ ഫ്രണ്ട്സ്. ഇത് കണ്ടോ, ഈ റെഡ് കളറും പച്ചയും കൂടി ആവുമ്പോ നല്ല ഭംഗിയല്ലേ? അടിപൊളി. അപ്പൊ 5 മിനിറ്റ് കഴിയുമ്പോ കുടിക്കൂട്ടോ. ചോറ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞാൻ കുടിക്കില്ല. മുത്തൂസ് ഫുഡ് കഴിക്കുന്നതിന് മുന്നാണ്, ലഞ്ച് കഴിക്കുന്നതിന് മുന്നാണ് ജ്യൂസൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കുക കേട്ടോ. പക്ഷെ ഞാൻ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ജ്യൂസൊക്കെ കഴിക്കുക. അപ്പൊ മുത്തൂസ് അത് ഫ്രിഡ്ജിൽ വെക്ക്, തണുക്കട്ടെ നല്ല പോലെ. ഫ്രണ്ട്സ് ഞാൻ ഇങ്ങനെ ക്രാഫ്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ് കേട്ടോ. ഫ്രണ്ട്സ് അപ്പൊ മുത്തൂസ് സ്റ്റാർട്ട് ചെയ്ത് മുത്തൂസിന്റെ വർക്ക്. ഇനി അടുത്തത് എന്താ മുത്തൂസേ? ഇത് ഉണ്ടാക്കി ഫ്ലവറാ? ഫ്ലവർ ഈ കളർ കൊണ്ടാണോ ഉണ്ടാക്കുന്നത്? വേറെ കളർ പേപ്പർ ഇല്ലേ? കഴിഞ്ഞു പോയാ? ഓ ഓക്കെ. ഫ്ലവർ എങ്ങനെയാ ഉണ്ടാക്കുന്ന മുത്തൂസേ? ആദ്യം ഇതുപോലെ മുകളിൽ തിയേറ്ററിയല് അങ്ങനെ വരച്ചിട്ട് അത് കട്ട് ചെയ്യാ. ഓ കട്ട് ചെയ്തേട്ടാ. വാവ് അടിപൊളി. പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തത് അല്ലേ? വരച്ച് കട്ട് ചെയ്തെടുത്ത് അടിപൊളി. ഓ അടിപൊളി. ഇതുപോലെ കുറെ ഉണ്ടാക്കണം അല്ലേ? 3 എണ്ണം. ഇതുപോലെ 3 എണ്ണം ഉണ്ടാക്കിയിട്ട് വേണം ഇങ്ങനെ മേലെ വെക്കാൻ തോന്നുന്നുണ്ട് അല്ലേ? ഓ അപ്പൊ മുത്തൂസ് ഇതുപോലെ ഫോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് വരയ്ക്കുക. അത് കുറവാന്ന് തോന്നുന്നു. മറ്റേതെങ്കിലും ചെറുതാണ് വേണ്ടത് അല്ലേ? ഇതിനേലും ചെറുതാണ് കേട്ടോ വേണ്ടത്. ഇനി
അപ്പോഴല്ലേ ഇതിന്റെ സെൻട്രലായിട്ട് വെക്കുമ്പോൾ പൂ പോലെ വരുള്ളൂ. അപ്പൊ മുത്തൂസ് ഇത് ഫുള്ളും റെഡി ആക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ ഫ്രണ്ട്സ്. എന്തായി മുത്തൂസേ? കഴിഞ്ഞ ഓ നോക്കട്ടെ. വാവ്, അടിപൊളി. ഈ ഫ്ലവറിന് ഇത്തിരി കൂടി കളർ ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായി കേട്ടോ. ഓ ഇത് സെറ്റായത് ഇത്തിരി വ്യത്യാസമുണ്ട്. അത് സാരില്ല, ഇവിടെ ഒരു സാധനം കൂടി വരണം, അല്ലെങ്കിൽ ഇത് എനിക്ക് റൗണ്ടിൽ വെച്ചപ്പോ കറക്റ്റ് ആയില്ല. മുത്തൂസ് അതവിടെ ഒട്ടിച്ചു കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ മുത്തൂസിന്റെ ഇന്നത്തെ വർക്കാണ് കേട്ടോ ഫ്രണ്ട്സ് ഇത്. കഷ്ടപ്പാടിന്റെ ഫലം. ഇന്നത്തെ കഷ്ടപ്പാടിന്റെ ഫലം. അപ്പൊ മുത്തൂസിന്റെ ഇന്നത്തെ ഈ വർക്ക് ഇഷ്ടമായവർ കമന്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. ഇവിടെ ക്ലീൻ ആക്ക. ഇനി ലഞ്ച് കഴിക്കാറായിട്ടോ ഫ്രണ്ട്സ്. ഈ പേപ്പർ കട്ട്സ് ഒക്കെ നമുക്ക് എടുത്ത് വെക്കണം, എന്തെങ്കിലും ആവശ്യം വരും. എല്ലാതും മുത്തൂസ് കളയില്ല കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ മുത്തൂസിന് എല്ലാം വേറെ എന്തെങ്കിലും റെഡിയാക്കുമ്പോ അപ്പൊ പേപ്പർ കട്ടിങ്സ് ആവശ്യം വന്നാണെങ്കിൽ പിന്നെ പുതിയ പേപ്പർ എടുത്ത് കട്ട് ചെയ്യണ്ടല്ലോ. അത് കാരണം ഈ ഫ്ലവർ ഉണ്ടാക്കിയ പേപ്പർ മുത്തൂസ് കട്ടായി പോയ പേപ്പർ മുത്തൂസ് എടുത്ത് വെക്കും കേട്ടോ. സ്ക്രാച്ച് പേപ്പർ എടുത്ത് ഒരക്കാണ് കേട്ടോ. മുത്തൂസിന്റെ കൈമ പശയായിട്ട് ലഞ്ച് കഴിക്കാൻ പറ്റില്ല മുത്തൂസ്. അയ്യോ അല്ല, വെക്കേഷനൊക്കെ വാരിത്തരല്ലേ, വെക്കേഷനൊക്കെ തന്നെ കഴിച്ച് പഠിക്കണം. ഓക്കെ, അപ്പൊ ഞങ്ങള് ലഞ്ച് കഴിക്കാൻ പോവാണേ. സാമ്പാറാണ് ഇന്നത്തെ കറിയിട്ട്. അപ്പൊ ഒരു ടച്ചിങ്ങിന് മുത്തൂസിന് മുട്ട കൊത്തി പൊരിക്കുന്ന സാമ്പാറിന്റെ കൂടെ ഓംപ്ലേറ്റ് ആണെങ്കിൽ കൊത്തിപ്പൊരി നിർബന്ധ. സാമ്പാർ വയ്ക്കുമ്പോ എനിക്ക് നിർബന്ധം എന്താണെന്നറിയാം ഫ്രണ്ട്സ്, അച്ചാറ്, മുട്ട കൊത്തിപ്പൊരി നിർബന്ധം. മുട്ട കൊത്തിപ്പൊരി മുത്തൂസ് തന്നെ ഉണ്ടാക്കണ കാരണം ഞങ്ങൾക്ക് അതൊരു വിഷയമല്ല, അല്ലെങ്കിൽ അതൊരു വിഷയായേട്ടോ ഫ്രണ്ട്സ്. ഫുഡ് കഴിക്കാൻ അത്രയ്ക്ക് ആയിട്ടില്ല, അപ്പൊ ടൈം കണ്ടോ ഫ്രണ്ട്സ്. അപ്പൊ മുത്തൂസ് മുട്ട കൊത്തി പൊരിക്കാൻ നിൽക്കാണ് കേട്ടോ. ജസ്റ്റ് വെറുതെ ഒന്ന് ഉള്ളി അതൊന്നും ഇടാണ്ട് ജസ്റ്റ് വെറുതെ ഒന്ന് കൊത്തി പൊരിക്കും കേട്ടോ മുത്തൂസ്. ചില ദിവസം ഉള്ളിയൊക്കെ ഇട്ടിട്ട് ആഡംബരമായി കഴിക്കണം തോന്നുമ്പോ ഉള്ളി ഇട്ട് ചതയ്ക്കും. ഒപ്പം വേപ്പില, ഉള്ളി, പച്ചമുളക് ഇട്ട് ചതച്ച് ഇക്കിടും. ഇന്ന് ആഡംബരമായിട്ട് തോന്നില്ലേ അല്ലെ, സാമ്പാറുള്ള കാരണം. ഫ്രണ്ട്സ്, ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാട്ടോ. ഞാൻ നല്ല സൈഡിലേക്ക് ആക്കും ഫസ്റ്റ് തന്നെ. പിന്നെ മുളക് എൻ്റെ വീക്ക്നെസ് ആയതുകൊണ്ട് ഇച്ചിരി അധികം ഉണ്ടാവും. ഇനി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇടുന്നുണ്ട്. മിക്സ് ഇട്ട് കരിഞ്ഞല്ല മുളക് പൊടി, അതൊന്നും ഇവിടെ വിഷയമല്ല. ഫ്രണ്ട്സ്, മുത്തൂസിന്റെ മുട്ട കൊത്തിപ്പൊരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓ, ഉപ്പ് വേണ്ടേ ഫ്രണ്ട്സ്? ഉപ്പ് ഞാൻ ചോദിച്ചില്ലെങ്കിൽ ഉപ്പ് ഇടില്ലായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും ഇതിന് മറക്കണ കാര്യമാണ് കേട്ടോ ഫ്രണ്ട്സ്. ഉപ്പ് മുത്തൂസ് എപ്പോഴും മറക്കുന്നതാണ്. ഓരോ സ്ഥലമല്ലോ ഫ്രണ്ട്സ്, ഞാനും സർവിങ് പ്ലേറ്റിലേക്കൊക്കെ മാറ്റി കഴിയാൻ ചോറിന്റെ കൂടെ കൊണ്ടുവരിക. അപ്പൊ എന്തോ ഒരു മിസ് അമ്മ കഴിച്ചു നോക്കിയപ്പോ പറയാ ഉപ്പിട്ടില്ല, അയ്യോ ഉപ്പിട്ടില്ല സർവിങ് പ്ലേറ്റിൽ തന്നെ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്യുന്നു. മുത്തൂസിന്റെ മുട്ട കുത്തിപ്പൊരി ഇവിടെ റെഡി ആയി എന്ന് പറയാം. ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. ഇനി അടുത്ത പരിപാടി എന്തിട്ട് മുത്തൂസ്? ജ്യൂസ് കുടിക്കൽ. ഓ, മുത്തൂസ് ജ്യൂസ് കുടിക്കാൻ പോവാണ് കേട്ടോ. മുത്തൂസ് നേരത്തെ റെഡിയാക്കി വെച്ച ജ്യൂസ് എടുക്കാൻ പോവാണ്. ഐസാ മുത്തൂസ് ഐസ് ഇടാണ് കേട്ടോ ഇതില്. മുത്തൂസിന്റെ അധികം തണുപ്പായിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ മുത്തൂസ് ജ്യൂസ് കഴിക്കാൻ തുടങ്ങി കേട്ടോ ഫ്രണ്ട്സ്. ആദ്യം സ്ട്രോ വെച്ച് വലിച്ചു കുടിക്കുന്നുണ്ട്. സ്പൂണുണ്ട്. ഓ, ജ്യൂസ് കുടിച്ചു കഴിഞ്ഞിട്ട് ലഞ്ച്. ഫ്രണ്ട്സ്, ഞാൻ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞ് ലഞ്ച് കഴിക്കാൻ പോവാണ് കേട്ടോ. മുത്തൂസ് സാമ്പാർ എടുക്കാണ് കേട്ടോ. സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ ഇല്ലാണ്ടാണ് മുത്തൂസ് എടുക്കുന്നത്. ക്യാരറ്റ് മുത്തൂസിന് ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ക്യാരറ്റ് എടുക്കും മുത്തൂസ്. പണ്ട് ക്യാരറ്റ് ആയിരുന്നില്ല, പണ്ട് വെണ്ടക്കായ ആയിരുന്നു. അതന്നെ, പിന്നെ വെണ്ടക്കായി ആയി, പിന്നെ വീണ്ടും ക്യാരറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. മുത്തൂസിന്റെ ലഞ്ചാണ് കേട്ടോ ഇത്. മുട്ട കൊത്തിപ്പൊരി, സാമ്പാർ, കുറച്ച് അച്ചാറ്, ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങള് ലഞ്ച് കഴിക്കാണ് കേട്ടോ. സബ്സ്ക്രൈബേഴ്സിന് മുത്തൂസ് ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഫ്രണ്ട്സ്, എന്റെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് പോവാണ് കേട്ടോ. ചിലപ്പോ കിടന്നുറങ്ങും, അല്ലെങ്കിൽ വെറുതെ കിടക്കും, അല്ലെങ്കിൽ ടാബ് നോക്കിയിരിക്കും, അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഏരിയയിൽ എന്തെങ്കിലും ഒക്കെ കുത്തി പണിതിരിക്കും. 3 മണി വരെ. 3 മണിയായ പിന്നെ എന്നെ കാണില്ല ഫ്രണ്ട്സ്, കാരണം ഞാൻ കളിക്കാൻ പോകും. 3 മണിയാകുമ്പോ മുത്തൂസ് പാല് വാങ്ങാൻ പോകും കേട്ടോ. പാല് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് മുത്തൂസ് കളിക്കാൻ മുത്തൂസിന്റെ ഫ്രണ്ട്സ് വരും. അപ്പൊ മുറ്റത്ത് നിന്ന് കളിക്കും. പിന്നെ പാടത്തേക്ക് പട്ടം പറത്താനൊക്കെ പോവും. ഇന്ന് പാടത്തേക്ക് പട്ടം പറത്താൻ പോവാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തൂസ്. അപ്പൊ
ഇന്ന് ചിലപ്പോ പാടത്തേക്ക് പട്ടം പറത്താൻ പോവും. 3 മണി വരെ വെയിറ്റിംഗ് ആണ് കേട്ടോ മുത്തൂസ്. എന്നും പാല് വാങ്ങാൻ പോവാം, പിന്നെ കളിക്കാം. അത് കഴിഞ്ഞാൽ ആരും വന്നില്ലെങ്കിൽ ഡോറിന്റെ മുൻപിൽ വായു പൊളിച്ചത് ഇങ്ങനെ പോസ്റ്റ് അടിച്ചേക്കും വരണതും കത്ത്. അതന്നെ, വരുമ്പോ എനിക്ക് സമാധാനാവും. ഫ്രണ്ട്സ് ഒക്കെ വരുന്നത് സന്തോഷാണ് കേട്ടോ. അപ്പൊ 3 മണി വരെ മുത്തൂസ് ഇങ്ങനെ ആകെ വെകിളി പിടിച്ച പോലെയാണ് കേട്ടോ നടക്കുന്നത്. ഒന്നും ചെയ്യാനില്ല ഈ സമയം, എന്നും ഇല്ല കേട്ടോ മുത്തൂസിന് ചെയ്യാനായിട്ട്. അപ്പൊ 3 മണിയാവുമ്പോ പിന്നെ പാല് വാങ്ങാൻ പോവാലോ, പിന്നെ പുറത്ത് കളിക്കാം, അങ്ങനെയൊക്കെ ആയിട്ട് 3 മണിയായിട്ട് കാണാം. മുത്തൂസ് അവിടെ എന്താ എടുക്കണേ നോക്കിയപ്പോ മുത്തൂസ് ഇവിടെ ലേസർ ലൈറ്റ് വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്താ ചെയ്യാന്ന് ആലോചിച്ച് നിന്നപ്പോ മുത്തൂസിന് ഇന്ന് കിട്ടിയ ഐഡിയ ആണ് കേട്ടോ, ലേസർ ലൈറ്റ് വെച്ചിട്ട് ഡാൻസ് കളിക്കാന്നുള്ളത്. ലൈറ്റ് കുറേ നാളായി എടുത്തിട്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ലൈറ്റിന് എന്തോ ഒരു സംതിങ് റോങ്, ഇടയ്ക്കിടയ്ക്ക് കത്തണല്ലോ ഫ്രണ്ട്സ്. മുത്തൂസ് അപ്പോ ലേസർ ലൈറ്റ് വെച്ച് ഇവിടെ ഡിസ്റ്റ് അടിക്കാണ് കേട്ടോ. ഓ കണ്ട പല ഡിസൈനിലാണ് കേട്ടോ ലേസർ ലൈറ്റ് ആവുന്നത്. ഓ ഓ ഓ അപ്പൊ 3 മണിയായിട്ട് കാണാട്ടോ ഫ്രണ്ട്സ്. അപ്പൊ എന്റെ ഡിസ്കോ ഡാൻസ് ഒക്കെ കഴിഞ്ഞോട്ട് ഇനി ഞാൻ പാല് വാങ്ങാൻ പോവാണ്. ഇപ്പൊ സമയം 3 മണിയായിട്ടോ. 3:15 വൈകിപ്പോയി. അതന്നെ, അപ്പൊ ഞാൻ പാല് വാങ്ങാൻ പോയിട്ട് കാണാം. മുത്തൂസ് സൈക്കിളുമയാണ് കേട്ടോ പാല് വാങ്ങാൻ പോകുന്നത്. പാല് വാങ്ങാൻ വീട്ടിലേക്ക് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ പാല് വാങ്ങിച്ചു വന്നു കേട്ടോ ഫ്രണ്ട്സ്. ഇനി ഞാൻ കളിക്കാനുള്ള എന്റെ കൂട്ടുകാരെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അവര് വന്നിട്ട് വേണം കളി തുടങ്ങാൻ. മുത്തൂസ് 3 മണിക്ക് തുടങ്ങിയ കളി 4 മണിയായി ഇപ്പൊ നിർത്തിട്ടോ. ഇപ്പൊ ചായ ടൈമാണ്, ടീ ടൈമാണ് കേട്ടോ ഫ്രണ്ട്സ്. അത് കഴിഞ്ഞിട്ട് പാടത്തേക്ക് പോയിട്ട് വീണ്ടും കളി തുടങ്ങും. അപ്പോ ഇപ്പോ ഇഡലി ആണ്, ഇഡലി ചട്നിന്റെ സാമ്പാറുണ്ട്. ചട്നിയും സാമ്പാറും കൂടി മിക്സ് ചെയ്ത് കഴിക്കാനാണ് മുത്തൂസിന് ഇഷ്ടം. ചട്നി തന്നെ ആണെങ്കിൽ കഴിക്കൂല മുത്തൂസ, കുഴപ്പമില്ല. പക്ഷെ സാമ്പാർ തന്നെയാണെങ്കിൽ മുത്തൂസ അത്ര കഴിക്കില്ല കേട്ടോ ഫ്രണ്ട്സ്. അത് മുത്തൂസിന് അത്ര ഇഷ്ടമല്ല. ചട്നി തന്നെയാണെങ്കിൽ കഴിക്കും. ചട്നി സാമ്പാറും മിക്സ് ചെയ്ത് ഇഡലി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഫ്രണ്ട്സ്. അടിപൊളി ടേസ്റ്റാണ് മുത്തൂസ് പറയുന്നത്. അപ്പം മുത്തൂസ് ഇഡലിയും ചായയും കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. ഇഡലിയും ചായയും കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പാടത്തേക്ക് പോകാം കേട്ടോ ഫ്രണ്ട്സ്. പട്ടം പറത്താനാണ് പോകുന്നത്. അപ്പോൾ പാടത്ത് പോയി കഴിക്കാം. പാടത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞ കാരണം ഇപ്പോൾ നല്ല സുഖമായിട്ട് പട്ടം പറത്താം അല്ലേ. ഞങ്ങൾ ഒരു ദിവസം പോയി പറത്തിട്ടോ ഫ്രണ്ട്സ്. നല്ല മേലേക്ക് പോയിട്ടോ പട്ടം. അപ്പോൾ ചായയൊക്കെ കൂടി കഴിഞ്ഞ് പോവാം. 3 മണി തൊട്ട് 4 മണി വരെ പൊരിഞ്ഞ കളിയായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് പുറത്ത്. അപ്പോൾ നല്ല വിശപ്പുണ്ട് മുത്തൂസിന്. അപ്പോൾ മുത്തൂസ് ചായ കഴിക്കട്ടെ കേട്ടോ ഫ്രണ്ട്സ്. നിങ്ങൾ എന്ത് കളിയൊക്കെയാ കളിക്കുക അത് കമൻറ്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. ഫ്രണ്ട്സായിട്ട് പുറത്ത് പോയി കളിക്കുമോ, അത് വീടിനകത്തിരുന്നാണോ കളിക്കുക, കമൻറ്റ് ചെയ്യണേ. മുത്തൂസിന് വീടിനകത്തിരുന്ന് കളിക്കാൻ ആരും ഇല്ല കേട്ടോ ഫ്രണ്ട്സ്. മുത്തൂസ് തന്നെയായ കാരണം, മുത്തൂസിന് അത് കാരണം ഫ്രണ്ട്സൊക്കെ വരണത് എന്താ പറയാ, അയ്യോ എന്തോ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഒറ്റയ്ക്കായ കാരണം വീട്ടിൽ കളിക്കാൻ ആരും ഇല്ലല്ലോ. പിന്നെ അതുകൊണ്ടാണ് മുത്തൂസ് ഇങ്ങനെ കൂടുതലും ക്രാഫ്റ്റിലേക്ക് തിരിഞ്ഞത്. വേറെ സിസ്റ്ററാ ഒക്കെ ഉണ്ടെങ്കിൽ, ബ്രദറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവരായിട്ട് കളിച്ച് തല്ലുകൂടിയൊക്കെ സമയം പോകും. അതൊന്നും ഇല്ലാത്ത കാരണം മുത്തൂസ് കൂടുതലും ക്രാഫ്റ്റിലേക്ക് തിരിഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ ഫ്രണ്ട്സ്. ഒറ്റ മോളുള്ളവരാരെങ്കിലും ഉണ്ടോ ഫ്രണ്ട്സ്? കമന്റ് ചെയ്യണേ. അപ്പോൾ മുത്തൂസിന് അതാണ് ഫ്രണ്ട്സൊക്കെ ഇങ്ങോട്ട് വരുന്നത് 3 മണിയാകുമ്പോഴേക്കും ഇങ്ങനെ കാത്തിരിക്കും കേട്ടോ ഫ്രണ്ട്സ് വരണത് നോക്കി കളിക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് പാടത്ത് പോയിട്ട് പട്ടം പറത്താം കേട്ടോ ഫ്രണ്ട്സ്. മുത്തൂസ് കഴിച്ചു കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ്. അപ്പം മുത്തൂസ് കളിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് പട്ടം പറത്താൻ ഞങ്ങൾ പാടത്തേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ മുത്തൂസിന്റെ ഫ്രണ്ട്സ് 2 പേരുണ്ട്. പറഞ്ഞേ ഹായ്, പറഞ്ഞേ ഹായ്. ഹായ്. ബാക്കിയുള്ളവരൊക്കെ പോയിട്ടോ ഫ്രണ്ട്സ്. അപ്പോ ആൻ ഗ്ലോറിയ ആണ് ഒരാള്, പിന്നെ നിവേദ് കൃഷ്ണ ആണ്. അപ്പൊ ഞങ്ങൾ പാടത്തേക്ക് പോയി പട്ടം പറത്താൻ പോവാണ് കേട്ടോ ഫ്രണ്ട്സ്. മുത്തൂസൊക്കെ അങ്ങോട്ട് പോയിട്ടോ. വേഗം ഓടി. ഫ്രണ്ട്സിനെ കിട്ടിയ കാരണം മുത്തൂസൊന്നും ഇപ്പൊ വീഡിയോ പിടിക്കാനേ നിൽക്കുന്നില്ല കേട്ടോ ഫ്രണ്ട്സ്. താഴേക്ക് പോയിട്ടുണ്ട് പാടത്തേക്ക്. കാണാനേ ഇല്ല കേട്ടോ ഫ്രണ്ട്സ് മുത്തൂസിനൊന്നും. ഫ്രണ്ട്സ് മുത്തൂസൊക്കെ പാടെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പട്ടം പറപ്പിക്കാന്ന് പറഞ്ഞപ്പോൾ തോട്ടിൽ മീനെ നോക്കാനാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അവർ പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാടത്തേക്ക് ഇറങ്ങാം കേട്ടോ ഫ്രണ്ട്സ് പട്ടം പറത്താനായിട്ട്.
മുത്തൂസ് പട്ടം പറത്തണ കാര്യം മറന്നതുകൊണ്ട് പട്ടമൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. പട്ടമൊക്കെ ഇവിടെ ഇട്ടിട്ട് മുത്തൂസ് ഇതേ പാടത്തിൻ്റെ സെൻട്രലിലേക്ക് പോയിട്ടുണ്ട്. അവിടെ എന്താ പരിപാടി നോക്കാട്ടോ ഫ്രണ്ട്സ്. ഓ എന്താണ് അവിടെ ചെയ്യുന്നത് മുത്തേ? ആ തോട്ടിൽ വീഴുണ്ടേട്ടെ മുത്തേ. മുത്തൂസൊക്കെ അവിടെ എന്തോ ചെയ്യുന്നേ. ആ തോട് ക്രോസ് ചെയ്ത് ചാടി കളിക്കാണ് കേട്ടോ ഫ്രണ്ട്സ്. ഈശ്വര, അതെങ്ങനെ നിങ്ങൾ അങ്ങോട്ട് കടന്നേ? വെള്ളമൊക്കെ വറ്റിയില്ലേ? എങ്ങനെ കിടക്ക? അമ്മേ ചാടാൻ പറ്റില്ല ഫ്രണ്ട്സ്. ഇതെവിടെ ചാടി കളിക്കാണ് മുത്തൂസ്. തോട് ചാടി, വെള്ളമൊന്നുമില്ല. അയ്യോ, അതിനകത്ത് വല്ലതുണ്ടാവോ? ഇല്ല അല്ലേ? ഈശ്വര, വീണ. അതെ ഫ്രണ്ട്സ്, ഇവരിത് ചലഞ്ചാണ് കേട്ടോ. ചലഞ്ച് ഡയറക്റ്റ് ആരാണ് ഇങ്ങോട്ട് എത്തുന്നത്, ആർക്കാണ് കൂടുതൽ ചാട്ടം നോക്കാം. ചെയ്യും ഇതിലാണ് ചാടിയത് കേട്ടോ. മുത്തന് പറ്റുന്നില്ല, മുത്തൂസിന് പറ്റുന്നില്ല. അയ്യോ, ഒരാളവിടെ നിന്ന് പോയി. പട്ടം നിർത്താൻ വന്ന ആൾക്കാര് അത് മറന്നു പോയിട്ടോ ഫ്രണ്ട്സ്. ചാടിക്കളിയാണ്. 3 മണി കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് ഇവരുടെ പരിപാടി. ഫ്രണ്ട്സ് വന്ന കുട്ടി മറയല് കളിക്കല് എന്തൊക്കെ കാണാൻ അറിയോട്ടോ ഫ്രണ്ട്സ്. ഇത് 6 മണി വരെ ഉണ്ടാവും കേട്ടോ ഫ്രണ്ട്സ് മുത്തൂസിന്റെ കളി. അതാണ് മുത്തൂസ് 3 മണിയായോ എന്ന് ചോദിച്ചു വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിക്കുന്നേ. വീണു. ഓ ജസ്റ്റ് മിസ്. പട്ടം പറത്താൻ വാ. കാറ്റ് കുറവാണ് അല്ലേ പട്ടം പറത്ത? ഈ സമയത്തല്ല കാറ്റ് വരാ, കുറച്ചും കൂടി ആവണം അല്ലേ? ഫ്രണ്ട്സ് ഒട്ടും വെള്ളമില്ല അല്ലേ? നമ്മള് മീൻ പിടിക്കാൻ വന്ന പാടാണിത്. അവിടെ ഇറങ്ങിയാലോ? വേണ്ട അപ്പൊ വേണ്ട കാരണം ഇവിടെ ഒക്കെ വേണ്ട പുല്ലാണ്. വേണ്ട. അപ്പൊ മുത്തൂസ് പട്ടം പറത്താൻ പോവാ. മുത്തൂസിന്റെ കളിയൊക്കെ കഴിഞ്ഞ് പട്ടം പറത്താൻ ഓടുന്നുണ്ട്. മുത്തൂസിന്റെ ചെരുപ്പല്ലേ ഇത്? ആരുടെ ചെരുപ്പം? പട്ടം എടുത്തിട്ടുണ്ട്. വിട്ടോ കാറ്റില്ലേ? കാറ്റില്ലേ? വേണ്ട. അതെ കാറ്റൊക്കെ ഒരു ഇതിന്റെ ഇടയ്ക്കാന്ന്. കാറ്റ് വരും, ചെറുതായിട്ട് വരണ്ടല്ലോ കാറ്റ്. ചെറുതായിട്ടുണ്ട് കാറ്റ്. ഫ്രണ്ട്സ് പട്ടം പറത്താൻ കാറ്റായിട്ടില്ല കേട്ടോ. ഇപ്പൊ ഏകദേശം 5:30 ആവുന്നുള്ളൂ. 5:45 ആവണം. കാറ്റ് നല്ല പോലെ കാറ്റാവണേ കേട്ടോ ഫ്രണ്ട്സ്. കാറ്റ് കുറവാ ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങൾ പട്ടം പറത്തുന്നില്ല കേട്ടോ. കാറ്റ് ഒരു തുണ്ട് പോലില്ലേ ഫ്രണ്ട്സ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം കളിക്കാന്ന് വിചാരിച്ചു. അത് ഞാൻ കാറ്റുണ്ടെങ്കിൽ പറത്താം, അല്ലെങ്കിൽ വീട്ടിൽ പോവാം. കാറ്റില്ല കേട്ടോ ഫ്രണ്ട്സ്. ഇന്നെന്തോ കാറ്റില്ല. ചെറിയ മഴക്കാരൊക്കെ ഉണ്ട്. അത് കാരണം പട്ടം പറത്താന്ന് വെച്ച് വന്നിട്ട് പട്ടം പറത്താൻ പറ്റില്ല കേട്ടോ ഫ്രണ്ട്സ്. അതുകൊണ്ട് ഞങ്ങൾ കളിക്കട്ടെ, അതെങ്കിലും ഒന്ന് ഇതാവട്ടെ, നടക്കട്ടെ അല്ലേ? അപ്പൊ ഇവര് പാടത്ത് കളിക്കാണ് കേട്ടോ. എന്ത് പ്രാന്തി? ഇരിക്കാ പ്രാന്തിയാ? അതെ ഓക്കെ. അപ്പൊ നമുക്ക് ഈ കളി കഴിഞ്ഞിട്ട് അത് പറഞ്ഞില്ല. അതുകൊണ്ട് എന്നെ പങ്കിടാം. അക്കീലല്ല പൂവാൻ കൊത്തി കണ്ണീരല്ലേ അത്തിപ്പഴം കൊത്തി തിന്നത് അത്തമ്മ പുള്ളിമാരെ കാലൊണ്ടിട്ട് ഇട്ടേ. അക്കീലല്ല പൂവാൻ കൊത്തി കണ്ണീരല്ലേ അത്തിപ്പഴം കൊത്തി തിന്നത് അത്തമ്മ പുള്ളിമാരെ കാലൊണ്ടിട്ട് ഇട്ടേ. അപ്പൊ മുത്തൂസും ടീമും കളിക്കാണ് കേട്ടോ ഇവിടെ. ഫ്രണ്ട്സ് പാടത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞു കേട്ടോ. നെല്ലൊക്കെ കൊണ്ടുപോയി ഇവിടുന്ന്. അപ്പൊ മുത്തൂസിനൊക്കെ ടീംസിനൊക്കെ കളിക്കാൻ നല്ല സ്ഥലമായിട്ടോ. മഴ പെയ്ത പെട്ടെന്ന് ഇവിടെ വെള്ളം നിറയും.
ആ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അതെല്ലാവരും കണ്ടു നോക്കാം. ഇവിടെ വെള്ളമൊക്കെ നിറഞ്ഞിരിക്കണത് കേട്ടോ. പിന്നെ ഇതിലെ തോട്ടിൽ മുത്തൂസ് നീന്തൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതും കണ്ടു നോക്കണേ. അപ്പം ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്ത കാരണം നല്ല പോലെ ഉണങ്ങിയിരിക്കുന്നു. അപ്പം മുത്തൂസ് അവിടെ കളിച്ച് അറ്റത്തെത്തിട്ടോ ഫ്രണ്ട്സ്. ഓ കണ്ടോ, അതെ ഇതെങ്കിലും കളിച്ച് 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 അവിടെ എത്തിട്ടോ ഫ്രണ്ട്സ്. പട്ടം പറത്താൻ നോക്കുന്നുണ്ട്, കാറ്റ് വരാത്ത കാരണം പറത്താൻ പറ്റുന്നില്ല കേട്ടോ ഫ്രണ്ട്സ്. ഇവര് 3 പേരും കുറേ നേരം പട്ടം പറത്താൻ ശ്രമിച്ചിട്ട് നടന്നില്ല കേട്ടോ ഫ്രണ്ട്സ്. കുറേ നേരം കളിച്ച് ക്ഷീണിച്ച് ഇരിപ്പായിട്ടോ പാടത്ത്. നല്ല സുഖം അവിടെ ഓടി കളിക്കാം. എത്ര ദൂരം വേണമെങ്കിലും ഇങ്ങനെ ഓടി കളിക്കാം കേട്ടോ. കുറേ ഏരിയ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഓടി കളിക്കാനായിട്ട്. മഴ പെയ്താൽ അവിടെയൊക്കെ വെള്ളം നിറയില്ല മുത്തൂസേ, അപ്പൊ രക്ഷയില്ല. മഴ പെയ്യാത്ത കാരണം ഇപ്പൊ ഇവിടെ ഓടിക്കളിക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നീന്താൻ വരാലോ. ഓ നീന്താൻ വരാലോ. അപ്പൊ മുത്തൂസേ നമുക്ക് പോവാ വീട്ടിലേക്ക്. ആ സമയം ഇപ്പൊ 6 മണിയായിട്ടോ ഫ്രണ്ട്സ്. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനി നാളെ 3 മണി തൊട്ട് കളി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ മുത്തൂസേ? മുത്തൂസ് നാളെ 3 മണിയാവുന്നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കൂട്ടോ ഫ്രണ്ട്സ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ വീട്ടിലേക്ക് പോവാം. ഓക്കെ, എനിക്ക് വെള്ളമൊക്കെ കൊണ്ടാ വന്നിരിക്കുന്നു കേട്ടോ ഫ്രണ്ട്സ്. പാടത്ത് വെച്ച് ദാഹിക്കുമ്പോൾ കുടിക്കാനായിട്ട്. അപ്പൊ പോവാ. എനിക്ക് മുത്തൂസിന് വരാൻ തോന്നല്ലേ. പാടത്ത് നല്ല 6 മണിയായിട്ടും പാടത്ത് ശരിക്കും ഒരു 3 മണി 4 മണിക്ക് ഫീലിങ്സ് ആണ് കേട്ടോ ഫ്രണ്ട്സ്. ബാ അപ്പൊ ഇനി നാളെ. അപ്പൊ ഫ്രണ്ട്സ് ഇനി നാളെ കളിക്കാട്ടാ. ഇത് നനഞ്ഞല്ല ഡ്രസ്സൊക്കെ വെള്ളം കുടിച്ചിട്ടില്ലേ. പോവാ മുത്തേ. നീ തുള്ളി വെള്ളം പോലും കുടിച്ചല്ലേ? നീ കുടിച്ചില്ലേ വെള്ളം? പോവാ മുത്തേ. മുത്ത ഇങ്ങനെ നിക്ക, പോവാ മടിയായിട്ട് കേട്ടോ ഫ്രണ്ട്സ്. പോവാ 6 മണി. ഇനി നാളെ ഇനി കുഴപ്പമില്ല, നാളെ കളിക്കാം. വാ ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ പാടത്തേക്കൊക്കെ പോയി പട്ട പറിച്ചൊക്കെ വന്നോട്ട്, പക്ഷെ പട്ടം പറന്നില്ല ഫ്രണ്ട്സ് ഒക്കെ പോയിട്ടോ. അതന്നെ, പട്ടം പറന്നില്ല, കാറ്റില്ലാത്ത കാരണം പട്ടം പറന്നില്ല കേട്ടോ ഫ്രണ്ട്സ്. ഇനി ഫ്രണ്ട്സ് ഒക്കെ പോയിട്ടോ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് ഒക്കെ എന്റെ കൂട്ടുകാരൊക്കെ പോയി. ഇനി എന്റെ ഡ്യൂട്ടി ചെടി നനയ്ക്കലാണ്. അതിപ്പോ എന്റെ ഡ്യൂട്ടി ആയി ഫ്രണ്ട്സ്. വെക്കേഷൻ ആയ കാരണം ചെടി നനയ്ക്കൽ ഇപ്പൊ മുത്തൂസിന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പോ ചെടി നനയ്ക്കാൻ പോവാണ് മുത്തൂസ്. പട്ടം അവിടെ ചിലപ്പോ വയ്ക്കപ്പോ. അതന്നെ, പട്ടം അവിടെ എടുത്ത് വയ്ക്കുക, എന്നിട്ട് ചെടി നനയ്ക്കേ. ഇവിടെ എല്ലാപ്പി കിടക്കുന്നു നോക്കൂ ഫ്രണ്ട്സ്. തടിയപ്പേ നമുക്കപ്പുറത്തേക്ക് പോവാം. ഇതിലേ പോവാ. ചെടി എന്താ ഫ്രണ്ട്സ്. അപ്പൊ മുത്തൂസ് ചെടി നനയ്ക്കാൻ പോവാണ് കേട്ടോ. വെക്കേഷൻ ആയപ്പോ മുത്തൂസിന് കുറെ പണികൾ കിട്ടിയിട്ടുണ്ടല്ലോ മുത്തൂസേ. പക്ഷെ ചെടി നനയ്ക്കുന്നത് മുത്തൂസിന് ഇഷ്ടമാണ് കേട്ടോ. ഫ്രണ്ട്സ് കണ്ടോ ഫ്രണ്ട്സ്, നല്ല മണാട്ടോ ഇത് പൂവിന്. അതന്നെ, ഈ പൂവിന് നല്ല മണാട്ടോ. ഇതിന്റെ പേരെന്താ? പവിഴമല്ലി അല്ലേ? കാട്ടുമുല്ല കൊറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല മണാട്ടോ ഫ്രണ്ട്സ്. ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതന്നെ, നോക്കൂ നല്ലോണം പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ കാട്ടുമുല്ലമ്മ. നല്ല ഭംഗിയുണ്ടല്ലോ മുത്തൂസേ. ഇത് റൗണ്ട് ആയി കഴിയുമ്പോഴല്ലേ നല്ല ഭംഗി കംപ്ലീറ്റ് ആവുള്ളൂ. അതന്നെ, ഇതിന് നല്ല മണാണ് കേട്ടോ. അതന്നെ, ഇതിന്റെ വീഡിയോ നമ്മൾ ഇട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ നമ്മുടെ നോക്കൂ പവിഴമല്ലി പൂത്ത് നിക്കണ നോക്കൂ ഫ്രണ്ട്സ്. എന്തോ ഭംഗി നോക്കൂ ഫ്രണ്ട്സ്. നല്ല മണം കേട്ടോ പവിഴമല്ലിക്ക്. കണ്ടോ, എല്ലാതും നല്ല പോലെ പൂത്ത് നിക്കും നോക്കൂ ഫ്രണ്ട്സ്. കൊറേ വീണ് കിടക്കുന്നുണ്ട് അല്ലെ, കൊഴിഞ്ഞ് കിടക്കുന്നു. 2 ദിവസം ഉണ്ടാവുള്ളൂ അല്ലെ പുത്തു ഇതിന്റെ പൂ. അത് കാരണം ഒരു ഇതില്ല അല്ലെ, 2 ദിവസം ഉണ്ടാവണ കാരണം ഒരു പെട്ടെന്ന് കഴിയും. പെട്ടെന്ന് പൂക്കൂട്ടോ ഫ്രണ്ട്സ്. അതന്നെ, പെട്ടെന്ന് കൊഴിയും ചെയ്യും, പെട്ടെന്ന് പൂക്കും ചെയ്യും കേട്ടോ. പൂക്കുമ്പോ ഒരുമിച്ച് അങ്ങോട്ട് പൂക്കും. എന്തൊരു ഭംഗിയാ നോക്കൂ ഫ്രണ്ട്സ്. നോക്കൂ ഫ്രണ്ട്സ്, ഈ ചെടി ഫുള്ളും പൂത്തിരിക്കട്ടോ, പൂത്ത് നിക്കണ നോക്കൂ ഫ്രണ്ട്സ്. കാണുമ്പോ തന്നെ അല്ലേ നല്ല മണാലേ. അവിടെ നമ്മള് യക്ഷീരടുത്ത മണം പോലെ അല്ലേ. നോക്കൂ ഫ്രണ്ട്സ്, താഴെ കിടക്കുന്നത് ഞാൻ ഇതിന്റെ നടുക്ക് നിൽക്കുമ്പോണ്ടല്ലോ, ആ പൂവിന്റെയും ഈ പൂവിന്റെയും മണം ഒത്തുചേരും. അപ്പൊ വേറൊരു മണവും അല്ലേ. ഇതിന്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ ഫ്രണ്ട്സ്. പവിഴമല്ലി വീട്ടിലുള്ള ഒരു കമന്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. എന്ത് രസാ നോക്കൂ ഫ്രണ്ട്സ് ഇതിന്റെ പൂ കാണാൻ. വാവ്, നോക്കുമ്പോ അടിപൊളി കൊല. എവിടെ? അത് ഞാൻ കണ്ടു മുത്തേ, അത് ഞാൻ കണ്ടു. പവിഴമല്ലിയുടെ ഒരു കൊല. എന്തൊരു ഭംഗിയാ
എന്തൊരു മണം. ഒപ്പം നല്ല ഭംഗിയുണ്ടോ ഒപ്പം മണമുണ്ട്. അതന്നെ, ഭംഗി മാത്രല്ല കേട്ടോ ഫ്രണ്ട്സ്, ഇതിന് നല്ല മണ്ണാണ്. ഇതിനെ പറ്റി എത്ര പറഞ്ഞാലും തീരൂല കേട്ടോ ഫ്രണ്ട്സ്. മതി വരാത്ത എന്താ പറയാ, അത്ര ഭംഗിയാണ്, പറയാൻ വാക്കുകളില്ല. അമ്മാതിരി ഭംഗിയുണ്ട് മണമുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് മുത്തൂസ് ചെടി നനച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. നനയ്ക്കലാണ് ഇത്തിരി ടാസ്ക്. പുല്ല് നനയ്ക്കലാണ് ഇത്തിരി ടാസ്ക് കേട്ടോ. കണ്ടോ, പുല്ല് ഇവിടെ കേടാന്ന് തോന്നുന്നുണ്ട്. പുല്ല് ഇവിടെ കരിഞ്ഞ പോലെ ആയിട്ടുണ്ട്. അതിലേക്ക് അടക്കങ്ങോട്ട് ചെമ്പകത്തുമ്പോ ഒന്നും ആയിട്ടില്ല അല്ലെ മുത്തേ? മഴയാവണം തോന്നുന്നുണ്ട് ചെമ്പകത്തുമ്പോ. ചെമ്പകം ഉണ്ടാവണെങ്കിൽ അല്ലേ? പാവിഴമല്ലിയുടെ ഒരു പാട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അതറിയണേ ഒരു കമന്റ് ആയിട്ട്. എനിക്കറിയാം, നിങ്ങൾക്കറിയോ? കമന്റ് ചെയ്യണേ. കുറച്ച് നേരം പിടിക്കും ചെടി നനച്ച് കഴിയാൻ, ഒരു ഹാഫ് ആൻ അവർ. ഇവിടെ ഉണ്ട്. ആവശ്യമൊക്കെ നനച്ച് കഴിയുമ്പോൾ ഹാഫ് ആൻ അവർ തന്നെ പിടിക്കും. അപ്പോൾ മുത്തൂസ് ചെടി നനച്ചിട്ട് കാണാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ മുത്തൂസിന്റെ ചെടി നനക്കലൊക്കെ കഴിഞ്ഞു. ഇനി മുത്തൂസ് കുളിക്കാൻ പോവാണ് കേട്ടോ. വിളക്ക് വെച്ച് നാമം ചൊല്ലണം. അതന്നെ, ഇനി കുളിച്ച് വിളക്ക് വെച്ച് മുത്തൂസിന്റെ നാമം ചൊല്ലണം. അപ്പോ മുത്തൂസ് കുളിച്ചിട്ട് കാണാം കേട്ടോ ഫ്രണ്ട്സ്. മുത്തൂസ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെക്കാണ് കേട്ടോ. വിളക്ക് വെച്ച് നാമം ചൊല്ലാണ് കേട്ടോ മുത്തൂസ്. നാരായണ 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 നാരായണ. അപ്പൊ മുത്തൂസ് നാമം ചൊല്ലി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ എന്റെ നാമൊക്കെ ചൊല്ലി കഴിഞ്ഞ് ഞാൻ കുറച്ചേരം ടാബ് നോക്കൂട്ടോ. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് വെള്ളയിച്ച് കിടന്നുറങ്ങും. അതന്നെ. അപ്പൊ മുത്തൂസ് ഇനി കുറച്ചു നേരം ടാബ് നോക്കി, ടാബിൽ എന്തൊക്കെയാ നോക്കി, കുറച്ചു നേരം അമ്മാമരെ കൂടി ഇരുന്ന് ടി വി കാണും. ഞാനങ്ങനെ ടി വി കാണില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പം മുത്തൂസാണ് ടി വി കാണുന്നത്. അപ്പൊ ഞാൻ കുറച്ചു നേരം ടി വി ഒക്കെ കണ്ട് ടാബൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ടാണ് ഇനി ഫുഡ് കഴിക്കുക. ഓക്കെ, അപ്പം ടാബ് കണ്ടോ മുത്തൂസ് കേട്ടാ. സമയം ഇപ്പൊ 6:30 ആയിട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഇനി മുത്തൂസ് ടാബ് നോക്കി ഞങ്ങൾ 7:30 ആവുമ്പോ ഫുഡ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് വെള്ളയിച്ച് കിടന്നുറങ്ങും. അതന്നെ ഫ്രണ്ട്സ്. അപ്പൊ മുത്തൂസ് ടാബൊക്കെ കണ്ടു കഴിഞ്ഞിപ്പോ ഡിന്നർ കഴിക്കാണ്, ഫുഡ് കഴിക്കാണ്. അപ്പോ നല്ല ചൂടല്ലേ. കുളിച്ച് പിന്നെ സാമ്പാർ അച്ചാറാണ്. രാത്രി കുറച്ച് കഴിക്കുള്ളൂ കേട്ടോ. ഡയറ്റ്. ഇനി മുത്തൂസ് ഡയറ്റ് എടുത്താ മുത്തൂസ് എവിടെ ചെന്ന് എത്തുന്നൊന്ന് പറയണേ. മുത്തൂസ് കണ്ട അതിൽ ഒരു കഷ്ണം എടുത്തില്ല കേട്ടോ സാമ്പാറിലത്തെ. ഇതാണ് മുത്തൂസിന്റെ ഒരു ബാഡ് ഹാബിറ്റ് എന്ന് പറയുന്നത്. വെജിറ്റബിൾ അങ്ങനെ കഴിക്കുന്നില്ല കേട്ടോ മുത്തൂസ്. അങ്ങനെ പറയാൻ പാടില്ല. എല്ലാ വെജിറ്റബിൾസും നമ്മൾ കഴിക്കണം. അത് കാരണം മുത്തൂസ് രാത്രിയിൽ അച്ചാർ എടുത്ത് കഴിക്കുകയാണ് ഫ്രണ്ട്സ്. എല്ലാവരും എല്ലാ വെജിറ്റബിളും കഴിക്കണം കേട്ടോ. മുത്തൂസിന്റെ പോലെ വെജിറ്റബിൾ ഒന്നും കഴിക്കാതിരിക്കരുത്. അപ്പൊ മുത്തൂസ് ഊണ് കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് മുത്തൂസ് പല്ല് തേക്കാണ് കേട്ടോ. നമ്മുടെ എല്ലാപ്പി ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് മുത്തൂസ് പല്ല് തേക്കണത്. എല്ലാപ്പിയുടെ ഫുഡും കഴിഞ്ഞു കേട്ടോ ഫ്രണ്ട്സ്. ഞങ്ങൾ 7:30 ആകുമ്പോ ഫുഡ് കഴിച്ച് പല്ല് തേച്ച് പല്ലേക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തോടെ 10 മണി ആകുമ്പോൾ കിടക്കുള്ളൂ. അതന്നെ, 9:30-10 മണി ആവും ഉറങ്ങുമ്പോ. നേരം വരെ ഞങ്ങള് പുറത്ത് ഒന്നില്ലെങ്കിൽ മുറ്റത്ത് നടക്കും വെറുതെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിൽക്കും ഫ്രണ്ട്സ്. അതന്നെ. അപ്പൊ നമുക്ക് എന്തായാലും അപ്പുറത്തേക്ക് പോവാം ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങള് പുറത്ത് കുറച്ച് നേരം ഇങ്ങനെ നടക്കൂട്ടോ. നിലാവുണ്ട്. ദേ നിലാവ് കേട്ടോ ഫ്രണ്ട്സ്. നല്ല നിലാവുണ്ട്, നല്ല ചന്ദ്രന്റെ ലൈറ്റ് ഉണ്ട് അല്ലേ. കൂടെ നമ്മുടെ പഴമല്ലിയുടെ സ്മെല്ലും. ഓ പഴമല്ലി. ഈ സമയത്ത് നോക്കിയാ മുത്തൂസേ രാത്രിയില് പൂ മാത്രം ഇങ്ങനെ കാണുന്നു. നോക്ക് മുത്തേ, നോക്ക് ഇവിടെ നിൽക്കുമ്പോ ഏതോ നമ്മളേതോ ലോകത്തെത്തിയ പോലെ, ഗന്ധർവ ലോകത്തെത്തിയ പോലെ. അങ്ങോട്ട് പോയിട്ടാ. അയ്യോ ചളി പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ. ഗന്ധർവൻ വരുമ്പോ ഇങ്ങനെ നല്ല സ്മെല്ലോട് കൂടി വരാന്നൊക്കെ. മുത്തൂസ് ഗന്ധർവന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഓടിപ്പോയത് അവിടുത്തെ ലൈറ്റ് ഇട്ടു കേട്ടോ. മുത്തൂസിന് പേടിയായിട്ട്. ഐ ലവ് യു സബ്സ്ക്രൈബേഴ്സ്. നിലാവ് നിലാവുള്ള രാത്രിയിൽ ഗന്ധർവലോകം. വാ പോവാ, നമുക്ക് അകത്തി പോവാ. വാ ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങള് കെടുക്കാൻ പോവാണ്. മുത്തൂസ് ആദ്യം കെടുക്കാണ് കേട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എനിക്ക് എടുക്കാൻ സ്ഥലം വേണം കേട്ടോ മുത്തൂസേ. അങ്ങോട്ട് നീങ്ങി എടുക്ക്. അങ്ങോട്ട് മുത്തൂസ് സൈഡിൽ എടുക്കേ.
ഓക്കെ, അപ്പൊ ഞങ്ങൾ കിടക്കാണ് കേട്ടോ. നല്ല തണുപ്പാക്കിയിട്ട് റൂം, എന്നിട്ടാണ് മുത്തൂസ് പുതച്ചു മൂടി കിടക്കുന്നത് ഫ്രണ്ട്സ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ വെക്കേഷൻ, അതായത് മുത്തൂസിന്റെ വെക്കേഷൻ ഡേ ഇൻ മൈ ലൈഫ്. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.